അപ്പം അറിയാലോ 3 മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അവണീൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. നിങ്ങളുടെ ടീമിൽ ഒരാൾ കൂടെ ഉണ്ട്, നീ ജോയിൻ ആണ്. മഹേഷ് ഒന്ന് വീഡിയോസ് നോക്കണേ. അവന് ഈ GST 1 ഫയൽ ചെയ്യാനുണ്ടോ? പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്നാലും നിനക്ക് ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നോ? എവിടെ, ഞാൻ അവിടെ ജോയിൻ ചെയ്ത് മെല്ലെ പഠിച്ചെടുക്കാന്നൊക്കെയാ വിചാരിച്ചു. അതാണല്ലോ നാട്ടു നടപ്പ്. എന്നിട്ടെന്ത് TDS GST എന്നൊക്കെ പറയുമ്പോ ഞാൻ മുകളിലോട്ട് ചെയ്യും, അവൻ ദാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ചെയ്യും. എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ടുണ്ട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക്. അല്ലാ, ആ തുറപ്പനുണ്ടല്ലോ. എന്താ വിളിച്ചേ? അത് മഹേഷേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചേ? അതോ, നീ എന്ന് പറഞ്ഞില്ല ആ ഏതോ കോഴ്സ്, ആ കോഴ്സിലെ GST, TDS, ഗൾഫ് വാറ്റ്, സാപ്പ്, AI അനേബിൾഡ് എക്സൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മഹേഷേ, നീ അതൊക്കെ ചെയ്യുമ്പോ അവൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. അതെങ്ങനെ ഈ കൊല്ലം പരീക്ഷയ്ക്ക് കോപ്പടിക്കുന്ന വരിക? മഹേഷേ, നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് പഴയ പോലെ തന്നെ ആവാം. ആവണി, ഇവന് പറയാനുള്ളത് കേൾക്കുമ്പോ നീ ഇവനോട് ചാടിക്കടിക്കരുത്. അവണി, മഹേഷേ, ഞാൻ ആകെ കൺഫ്യൂഷൻ. എനിക്ക് അവണിനെ മറക്കാൻ പറ്റുന്നറിയില്ല. എനിക്ക് മഹേഷിനെ മറക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനൊരു ധൈര്യമില്ല. ഞാനൊരു ധൈര്യമില്ലെന്നുള്ള മഹേഷ്. പക്ഷെ നമുക്ക് രണ്ടാക്കും നല്ലതേ വരും. നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. അപ്പൊ എങ്ങനെയാ, നാളെ ഓഫീസ് കാണല്ലേ? മഹേഷ്, ഇനി എന്താ പ്ലാൻ? നീ എങ്ങനെ അവനെ നേരിടാൻ പോകുന്നത്? പ്ലാൻ അവൻ തന്നെ പറഞ്ഞല്ലോ. എന്ത്? ഫിൻസ്കോമിലെ CF.